കാശില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്കേ അറിയും. ഇതൊന്ന് നടന്നിട്ട് വേണം മേടിക്കാൻ. ചന്തക്കടവിലുള്ള ഔസേപ്പിന്റെ വീട്ടിൽ നിന്നും നാലും കൂട്ടി ഞാനല്ല ഭാര്യയല്ല പൊന്നപ്പനല്ല, ഭാര്യയെ കുഞ്ഞിനിക്കും കുഞ്ഞപ്പനാണ്. കടക്കാരുമായി ചുമ്മാ വഴക്കടിക്കാൻ രാവിലെ ഓടലാടേ. അവരെ ഞാൻ കരുതി താനായിരിക്കും. അതിരിക്കട്ടെ, രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ വന്ന ഞാൻ മൂന്നാണ്. ബാക്കി രണ്ടാണ് ഇവിടെ. അതല്ല, ഞാൻ മത്തായി. മത്തായി പോയോ? രാവിലെ തന്നെ സ്മോൾ അടി തുടങ്ങിക്കാണോ അല്ലേ? ഓ അല്ലല്ല, ഞാൻ ബ്രോക്കർ മത്തായി. ഞാൻ ഈ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതെന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തോന്നുന്നതാ. ഞാനത് ആലോചിച്ചില്ല. ആട്ടെ, എന്താ വന്നത്? കല്യാണപ്രായം കഴിഞ്ഞുള്ള പെണ്ണുങ്ങൾ ഒന്നല്ല രണ്ടീ വീട്ടിൽ പയ്യനുണ്ടല്ലോ കമ്മീഷൻ വേഗം തന്നേക്കൂ. അങ്ങനെ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു പ്രൊപ്പല്ലറും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ആലോചന, കല്യാണാലോചന. ഇതിനും ഒരുപാട് ആലോചനയോടെ വന്നതാണ്. പക്ഷെ എന്റെ പെങ്ങന്മാർക്കത് പിടിക്കണ്ടായോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയും കല്യാണം കഴിക്കാതെ നീരും പറ്റി വിധവകളായിട്ട് എത്ര നാളിങ്ങനെ അവർ ജീവിക്കും? ഏതേലും ചെറുക്കന്മാര് വന്നാലേ ഇഷ്ടപ്പെടണ്ടേ? നിറമുണ്ടെങ്കിൽ കളറില്ല, കളറുണ്ടെങ്കിൽ ഹൈറ്റില്ല, ഹൈറ്റ് ഉണ്ടെങ്കിൽ കടുപ്പമില്ല. ഏത് ചെറുക്കന്മാർക്കൊണ്ട് ഈ 3 ഗുണവും? കേട്ടം പറഞ്ഞ ഈ 3 ഉള്ള ചെറുക്കന്മാര് എന്റെ കയ്യിലുണ്ട്. അവന്മാരുടെ ഗുണങ്ങളെ പറ്റി കേൾക്കണം. മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ ടൈപ്പല്ല, പാറിൽ കയറി തേലി നോക്കണ ടൈപ്പല്ല. മന്ദനാണേലും മരമണ്ടന ചേട്ടന്മാരെല്ലാം കയ്യില വല്ല. അവർ ലേഡീസിന്റെ മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ, മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ ടൈപ്പല്ല, ടൈപ്പല്ല. പാറി കയറി കയ്യിലെ നോക്കണ ടൈപ്പല്ല, ടൈപ്പല്ല. പറഞ്ഞു കേട്ടിടത്തോളം 5 പൈസക്ക് കൊള്ളാവുന്ന ഒരു ആലോചനയാണ്. ഞാൻ ഏതായാലും അവളെ വിളിക്കാം. മത്തായി സംസാരിച്ചു നോക്ക്. ഓക്കെ. മോളെ ത്രേസ്യാക്കുട്ടി, എടീ ത്രേസ്യാക്കുട്ടിയെ, എവിടെ എവിടെ എന്തെടുക്കുക? നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ അല്ലിമലർക്കാവിൽ കുർബാന കാണാൻ പോയിരിക്കുമായിരുന്നു. ആട്ടെ, എന്തിനെന്നെ വിളിച്ചത്? പറയാ. എത്ര ചെറുപ്പക്കാരുടെ കേറി ഇറങ്ങി മെഴുകിയതാ. അതൊന്നും കാര്യമാക്കണ്ട, പുറത്താരും പറഞ്ഞിട്ടില്ല, ഞാനായിട്ട് പറയില്ല. എത്ര പേരുടെ പെണ്ണ് കണ്ടുപോയി എന്ന് പറഞ്ഞതാ. എന്നിട്ടെന്തായി? അവർക്ക് പിടിക്കുമ്പോ ഇവർക്ക് പിടിക്കട്ടെ, ഇവർക്ക് പിടിക്കുമ്പോ അവർക്ക് പിടിക്കട്ടെ, ഇവർക്ക് 2 പേർക്കും പിടിക്കുമ്പോ എനിക്ക് പിടിക്കട്ടെ, എല്ലാവർക്കും എല്ലാവരെയും പിടിച്ചു വരുമ്പോ ഇവർക്കാർക്കും എന്നെ പിടിക്കട്ടെ. ഇങ്ങനെ അവര് പിടിച്ചു ഇവര് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കളഞ്ഞിട്ട് എന്താ കാര്യം? എവിടെയെങ്കിലും ഒരു പിടി മുറുക്കണ്ടേ? കൊച്ചു ദേശയ്ക്ക് എന്താ ഒരു കുഴപ്പം? ഇപ്പോഴും കണ്ടാൽ എന്താ ഒരു ചന്തം? ഒരു മധുര 17 അല്ലെങ്കിൽ ഒരു മധുര 18, ഏറിയാലൊരു മധുര 19. ദൈവമേ, ആ ചിരി കണ്ട
അനുരാഗവതി നിൻ ചുണ്ടികളിൽ നിന്ന് ആലിപ്പഴം പൊഴിയും. മതി മതി വർണ്ണന മതി. ഞാനൊരു സത്യം പറഞ്ഞതാണേ. പണ്ടൊക്കെ കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോകുന്ന ത്രേസ്യാക്കുട്ടിയെ കാണുമ്പോ വന്നിട്ടില്ല, അറിയില്ല, കണ്ണെഴുതാനറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടിക്കാരനുള്ള പാവാടക്കാരി. കാര്യമില്ലടേ, ഒരു കാര്യമില്ലടേ, എവരുടെ പുറകെ നടന്ന് കാര്യമില്ലടേ. കൊച്ചു ത്രേസ്യയെ എടി എടി, കേറിപ്പോടി 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 കേറിപ്പോടി. കേറി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ എങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞാലും നേരാങ്ങളെ എത്രയൊക്കെ നിർബന്ധിച്ചാലും ഈ മൂന്നാം കൊണ്ടൊന്ന് ആലോചന എനിക്ക് വേണ്ട. എന്റെ മനസ്സിലുള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ സുന്ദരനാണ്, സുമുഖനാണ്, നിത്യവസന്തമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പണ്ട് എന്റെ ചെറുപ്രായത്തിൽ പാട്ടും പാടി എന്റെ പുറകെ നടന്നിരുന്നു. പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. ആരെങ്കിലും വന്നാലോ കണ്ടു ചിരിച്ചാലോ, അത് കണ്ടു ചിരിച്ചാലോ. വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ, പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. എന്റെ കൊച്ചുകള്ളി ത്രിശ്യക്കുട്ടി, മണ്ണിപ്പെണ്ണെ. എന്താ ചേട്ടാ? ആരൊക്കെ എതിർത്താലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്റെ താലിയിൽ ഞാൻ കഴുത്ത് കെട്ടിയിരിക്കും. നിന്റെ കെട്ടിയിൽ ഞാൻ കഴുത്ത് താലിയിരിക്കും. ഐ ആം ഷാരി. എങ്ങനെയെങ്കിലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ഇത് സത്യം സത്യം സത്യം. പക്ഷേ ചേട്ടാ, നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ഫാമിലിയാണല്ലോ പ്രശ്നം. എനിക്ക് പണമില്ല എന്നാണ് നിന്റെ ആങ്ങള പറയുന്നത്. പണമില്ലാത്തവൻ പിണമാണ്, പിണം. നമ്മളെന്ത് ചെയ്യും ചേട്ടാ? ഞാൻ പണമുണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ചേട്ടാ? ഞാൻ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കുകയാണ്. എന്റെ ക്വാളിഫിക്കേഷനുമായി ഞാൻ ബാംബയ്ക്ക് പോവുകയാണ്. അവിടെ എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കുബേരകുമാരികളുമായി പട്ടുമത്തിയിൽ ശരീരം പങ്കുവച്ചിട്ടാണെങ്കിലും ഞാൻ കാശുണ്ടാക്കി തിരിച്ചു വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? പോയി വരും. 7 തിരി വിളക്കിൽ എണ്ണ ഒഴിച്ച് ഞാൻ കാത്തിരിക്കും. എല്ലാം നേടി വലിയ പണക്കാരനായിട്ട് തിരിച്ചു വരും. എന്നും നീ മാത്രമായിരിക്കും എന്റെ മനസ്സിൽ, നീ മാത്രം. ജയഭാരതിക്ക് സുഖമാണ്. എന്നതാണ് ആലോചിക്കുന്നേ? നിന്റെ കപ്പൽ മുങ്ങിയോ അതോ വെള്ളം മറിഞ്ഞോ? ഞാൻ എന്റെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് ആ നിത്യവസന്തത്തിനെയാണ്. അയാള് ബോംബെയിൽ പോയി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. നമുക്ക് വേറെ ആലോചിക്കാം. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ല, ചെയ്യില്ല. നീ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ? അല്ല, സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കളരി ദൈവങ്ങളാണ് സത്യം, 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 സത്യം. പുല്ലേ, ഇത് ഞാൻ നടത്തിയിരിക്കും. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചിരിക്കും. ഗ്രേസിലേക്ക് വേണ്ട, മറിയമ്മയെ കൊണ്ട് ഞാൻ കെട്ടിച്ചിരിക്കും. മറിയാമ്മയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ലേ? മറിയമ്മയെ ഞാൻ കണ്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, എന്റെ പെങ്ങളായതുകൊണ്ട് പറയാമല്ല, അവളെ ഒന്ന് കാണണം. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപ്പായസം പോലൊരു പെണ്ണ്, ജാനച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശ വാങ്ങിയ പെണ്ണ്.
പോലൊരു പെണ്ണ് പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്